ഗൈസ്, അപ്പോൾ രാവിലെ തന്നെ നീച്ചപ്പോൾ ഒരുപാട് കൈകൾ എന്നെ നേരെ വന്നു. ഒന്നല്ല മീലാഞ്ചിട്ടാണ് ഒരു കല്യാണം ഉണ്ടായിരുന്നു. അപ്പോൾ രാവിലെ ചായക്കെ കുടിച്ച് നമ്മൾ നേരെ കല്യാണത്തിന് പോവാണ്. ബൈക്ക് എടുത്തിറങ്ങിയപ്പോഴാണ് നമ്മൾ ആ സത്യം തിരിച്ചറിഞ്ഞത് ബൈക്കിൽ എണ്ണയില്ല, പിന്നെ പെട്രോൾ അടിക്കണമല്ലോ. അങ്ങനെ പെട്രോളൊക്കെ അടിച്ചിട്ട് നമ്മൾ നേരെ കല്യാണ വീട്ടിലോട്ട് പോവാണ്. നമ്മൾ ചെക്കൻ്റെ സൈഡ് ആയതുകൊണ്ട് തന്നെ ചെക്കൻ്റെ വീട്ടിലെ പരിപാടി വൈകുന്നേരമാണ്, പെണ്ണിന്റെ വീട്ടിലെ പരിപാടി ഉച്ചക്കാണ്. അപ്പോൾ പെണ്ണിനെ കൂട്ടിക്കൊണ്ട് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മളെല്ലാവരും കൂടെ കൂടിയിട്ട് പോകുന്നത്. അങ്ങനെ ഫാമിലി എല്ലാവരും കൂടിയിട്ട് ബസ്സിൽ കയറിയിട്ട് ബസ്സിലാണ് പോകുന്നത്. വലിയ ദൂരമൊന്നുമില്ല, ഇത്തിരി പോകാനേ ഉള്ളൂ. അങ്ങനെ നമ്മൾ പെണ്ണിന്റെ സൈഡിൽ ഓഡിറ്റോറിയത്തിലെത്തി നേരെ പോവാണ് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അവിടെ ഭയങ്കര ഒന്നും തിരക്കുമായിരുന്നു. ആ ഒരു തിരക്കിൻ്റെ ഇടയിൽ വീഡിയോ എടുക്കാൻ കാണിച്ചൊരു മനസ്സ് നിങ്ങൾ കാണാതെ പോകരുത്. ആരെപ്പം എന്നോട് വീഡിയോ എടുക്കാൻ പറഞ്ഞ് എന്നുള്ള കമൻ്റൊക്കെ ഇവിടെ നിരോധിച്ചിരിക്കുന്നു. അങ്ങനെ നേരെ ഓഡിറ്റോറിയത്തിൽ കയറി പെണ്ണിൻ്റെ അനിയത്തിൻ്റെ കല്യാണം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കുറേ നേരം അവരെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ കണ്ടിരുന്നു. പിന്നെയാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ വിളിച്ചത്. ഫുഡ് കഴിക്കാൻ വിളിച്ചപ്പോൾ നമ്മൾ ഫുൾ ഓണായി. അങ്ങനെ ഫുഡ് എല്ലാവരും കൂടെ കൂടിയിട്ട് കഴിച്ചിട്ട് നേരെ നമ്മൾ എന്ത് ചെയ്തു, വീട്ടിലോട്ട് പോയി. നേരത്തെ പറഞ്ഞതുപോലെ ചെക്കൻ്റെ സൈഡായിരുന്നു നമ്മൾ. അപ്പോൾ ചെക്കൻ്റെ വീട്ടിലെ കല്യാണം വൈകുന്നേരമായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ റെഡി ആയിട്ട് ഇതാ ഒരു ഫിച്ചക്കും കാര്യങ്ങളൊക്കെ എടുത്ത് കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നേരെ നമ്മൾ ഓഡിറ്റോറിയത്തിൽ പോയി. എൻട്രിയും കാര്യങ്ങളൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല, ഞാൻ വ്ലോഗ് എടുക്കുന്ന കാര്യം തന്നെ മറന്നുപോയി. അങ്ങനെ അവിടുന്ന് ഇതാ ഫുഡെല്ലാം കഴിച്ചിട്ട് നമ്മൾ നേരെ സ്റ്റേജിലോട്ട് കയറി ഫോട്ടോ എടുക്കും. അങ്ങനെ ബ്രൈഡിന്റെയും ഗ്രൂമിന്റെയും കൂടെ ഒരു ഫോട്ടോയും വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമ്മൾ നേരെ സ്റ്റേജിൽ നേരെ എല്ലാ അയൽവാസികളും കണ്ടു. ഞാൻ ഹോസ്റ്റലിലായതുകൊണ്ട് തന്നെ ആരും കാണാറില്ല. പിന്നെ കുറേ നേരം അവരോടൊക്കെ വർത്താനം പറഞ്ഞിട്ടിരുന്നു. പിന്നെ നേരെ വീട്ടിലെത്തിയിട്ട് വിശപ്പ് മാറാത്തപ്പം അവിടെ നിന്ന് കൊണ്ടുവന്ന് തന്നെ ബിരിയാണിയും കൂടെ തട്ടി. അങ്ങനെ ഈ ഒരു ദിവസം കഴിഞ്ഞപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.